ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കും? പലരുടെയും ഒരു ഡൗട്ടാണിത്. പക്ഷെങ്കിൽ യൂട്യൂബിൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം മോണിറ്റൈസേഷൻ ഇല്ലാത്ത ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് നമ്മൾ ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് മോണിറ്റൈസേഷൻ ആവശ്യം ഇല്ല. അതായത് ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നു, പക്ഷെങ്കിൽ മോണിറ്റൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യൂട്യൂബ് മോണിറ്റൈസേഷനിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഓരോ മാസവും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നത് ബ്രാൻഡ് കൊളാബറേഷനിൽ നിന്നാണ്. അപ്പോൾ പിന്നെ മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിലേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊന്നുമില്ല, മോണിറ്റൈസേഷൻ ഇല്ലാതെയും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരുപാട് നല്ല കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റീച്ച് ഇൻസ്റ്റാഗ്രാമിൽ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പം സാധ്യത വളരെ കുറവാണ്. നേരത്തേക്ക് നമ്മളൊരു ഒരുമാതിരി നല്ലൊരു കണ്ടന്റ് ഇട്ടാൽ തന്നെ നല്ല റീച്ചിലേക്ക് പോകുമായിരുന്നു, നല്ലവണ്ണം ഫോളോവേഴ്സ് കയറുമായിരുന്നു. ഇപ്പം അത്രയ്ക്കും ഫോളോവേഴ്സ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ എനിക്കറിയാവുന്ന പലരോടും ചോദിച്ച സമയത്തൊക്കെ അത് തന്നെയാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. ഇൻസ്റ്റാഗ്രാമിൽ പഴയ ഒരു റീച്ചോ അല്ലെങ്കിൽ ആ ഒരു എൻഗേജ്മെന്റോ ഒന്നും കണ്ടന്റിന് കിട്ടുന്നില്ല. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് നല്ല ജെനുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സിനെ കൊണ്ടുവരണം. അതേപോലെ തന്നെ നമ്മുടെ കണ്ടന്റുകൾക്ക് നല്ല എൻഗേജ്മെന്റ് ഉണ്ടാക്കണം. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു ഓട്ടോമേഷനൂടെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതെന്താണെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഓട്ടോമേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ടൂൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു പൈസ പോലും കൊടുക്കാതെയും നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടുതലും പ്രൊഡക്റ്റ് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പ്രൊഡക്റ്റുകളുടെ അഫിലിയേറ്റ് ലിങ്കുകളാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബയോയിൽ കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കമന്റ് ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ലിങ്കുകൾ ഓഡിയൻസിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആളുകൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇതിൽ ഏത് രീതിയിലായാലും നമ്മുടെ കയ്യിൽ നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ടന്റിന് എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ കമന്റ് നിങ്ങൾ നോക്കിയാൽ 686 കമന്റ് വന്നിട്ടുണ്ട്. കാരണം എന്റെ ഫോളോവർ കൗണ്ട് 70,000 സംതിങ് എന്തോ ഉള്ളൂ, 66,000 എന്തോ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇടുന്ന വീഡിയോകൾക്കൊക്കെ നല്ല എൻഗേജ്മെന്റ് വരുന്നുണ്ട്, കമന്റിൽ നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. അതിന് മുമ്പിട്ട വീഡിയോ ആണ്, അതിന് 637 കമന്റ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ച സ്ക്രീൻഷോട്ടാണ്. അടുത്ത വീഡിയോയ്ക്ക് 4251 കമന്റ് വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ ഓട്ടോമേഷൻ ചെയ്യാതിരുന്ന ഒരു വീഡിയോയിലും ഇത്രയും കമന്റ് വരാറില്ല. പക്ഷേ ഈ വീഡിയോകളിൽ ഞാൻ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്, കമന്റ് ഓട്ടോമേഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും കമന്റുകൾ വരുന്നുണ്ട്, നല്ല എൻഗേജ്മെന്റ് ഉണ്ട്, ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്, സേവ് വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ റീഷെയർ വരുന്നുണ്ട്, ലൈക്ക് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓട്ടോമേഷന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെങ്കിൽ നമ്മളത്ര ഒരുപാട് പൈസ കൊടുത്തിട്ട് ഈ പരിപാടി ചെയ്യാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യത്തുമില്ല. നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ സൂപ്പർ പ്രൊഫൈലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സൂപ്പർ പ്രൊഫൈലിന്റെ ക്രിയേറ്റർ പ്ലാൻ 1 രൂപയ്ക്ക് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സൂപ്പർ പ്രൊഫൈൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതും എങ്ങനെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സൂപ്പർ പ്രൊഫൈലുമായിട്ട് ലിങ്ക് ചെയ്യാവുന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ ആ കാര്യം പറയുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും ഐ ബട്ടണിലും എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സൂപ്പർ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നിങ്ങളൊരു അക്കൗണ്ട് കണക്ട് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. കണക്ട് ചെയ്തതിന് ശേഷം ഇനി എങ്ങനെ ഒരു ഓട്ടോമേഷൻ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓട്ടോ DM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതേപോലെ കാണാൻ സാധിക്കും. ഇതിൽ കുറേയധികം പരിപാടികൾ ചെയ്യാൻ പറ്റും കേട്ടോ. ലീഡ് മാനേജ്മെന്റ്, പേയ്മെന്റ് പേജ്, കോഴ്സസ്, അങ്ങനെ പല പരിപാടി സൂപ്പർ പ്രൊഫൈലിലുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ DM മാത്രമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഓട്ടോ DMൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. എനിക്കിപ്പോൾ ടോട്ടൽ 1070 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ലാസ്റ്റ് 28 ഡേയ്സിലെയാണ് തോന്നി കണക്ക് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ മെസ്സേജ് സെൻഡ് ആയിരിക്കുന്ന 5031 മെസ്സേജുകൾ സെൻഡ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഡേറ്റ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ താഴെ ക്രിയേറ്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത ഓട്ടോമേഷൻ ലിസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ഓട്ടോമേഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ അതും സാധിക്കും. അതിനായിട്ട് അത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് കണക്ട് ചെയ്യാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണക്ട് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ട്രിഗർ ഓട്ടോ DM വെൻ സംവൺ, അതായത് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ട്രിഗറിനുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കമന്റിന് റിപ്ലൈ പോകും, നമ്മളിടുന്ന പോസ്റ്റിന് റിപ്ലൈ പോകും, DMന് റിപ്ലൈ പോകും, സ്റ്റോറിക്ക് റിപ്ലൈ പോകും, ലൈവ് ചെയ്യുമ്പോൾ കമന്റ്സിന് റിപ്ലൈ പോകും. അതിന്റെ എല്ലാം ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കമന്റ് ഓൺ യുവർ പോസ്റ്റ് ഓർ റീൽ അതാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുവേ. ഇവിടെ സ്പെസിഫിക് പോസ്റ്റ്
അതേപോലെ അല്ലെങ്കിൽ റീൽ എന്നുള്ള ഒരു സെക്ഷനാണ് ആദ്യം കാണുന്നത്. അതിനപ്പുറത്തായിട്ട് എനി പോസ്റ്റ്, അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ള ഏത് പോസ്റ്റിലും നമുക്ക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ സ്പെസിഫിക് പോസ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോസ്റ്റ് റീൽ, അതായത് നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്ന റീലിലോ പോസ്റ്റിലോ അതിനുവേണ്ടി നമുക്ക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീൽ പബ്ലിഷ് ആയി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ റൺ ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്പെസിഫിക് പോസ്റ്റ് ആണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. റീൽ ഇട്ടതിന് ശേഷം അതിൽ ഓട്ടോമേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തൊന്ന് കാണിച്ചു തരാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഇപ്പോൾ ഓട്ടോമേഷൻ ചെയ്താണ് വിടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ ഓട്ടോമേഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത പേജാണ് ഈ കാണുന്നത്. ഇവിടെ സ്പെസിഫിക് കീവേഡ്സ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഈ വീഡിയോയ്ക്ക് ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഒരു വേർഡ് ഇവിടെ നമ്മൾ സ്പെസിഫിക് ക്യാരക്ടർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വേർഡ് കമന്റ് ചെയ്യുമ്പോൾ, ആളുകൾ കമന്റ് ചെയ്യുമ്പോൾ അത് ട്രിഗർ ആകുകയും അത് നേരെ അതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓട്ടോമേഷൻ മെസ്സേജ് പോവുകയും ചെയ്യും. അപ്പോൾ അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എനി കമന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എനി കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കമന്റ് വന്നെന്ന് പറഞ്ഞാലും അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ പോകും. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഞാൻ സാധാരണ സെറ്റ് ചെയ്യാറുള്ളത്. കാരണം സ്പെസിഫിക് വേർഡ്സ് ഒന്നും ട്രിഗർ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം സ്പാം ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ലിങ്ക് എന്ന് കമന്റ് ചെയ്തിട്ടു. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലുമൊക്കെ ആളുകൾ സംശയങ്ങൾ ചോദിക്കുകയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉള്ള കമന്റുകളായിരിക്കും. അപ്പം മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് കമന്റ്സ് ആയിരിക്കും നമുക്ക് വീഡിയോയ്ക്ക് വരുന്നത്. അപ്പം ഒരു പ്രശ്നം സാധാരണ ഉണ്ടാകാറില്ല അതിൽ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഓട്ടോ റിപ്ലൈ ടു കമന്റ് ഓൺ ദ പോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ കമന്റിന് റിപ്ലൈ പോകുന്നത് 3 ടൈപ്പ് റിപ്ലൈ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇവിടെ ഓൾറെഡി കമന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്നും മാറ്റങ്ങൾ വരുത്തുന്നില്ല. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആയി. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എ DM ആസ്കിംഗ് ടു ഫോളോ യു. ഇത് എനേബിൾ ചെയ്യുക. ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ലിങ്ക് ഒരാൾക്ക് ഓട്ടോമേറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് അവർക്ക് ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതിലൂടെ നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വന്ന് ഫോളോ ചെയ്യും. ഫോളോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ ആ സെറ്റ് ചെയ്തിരിക്കുന്ന ലിങ്ക് സെൻഡ് ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ അത് ഏത് രീതിയിലായിരിക്കും ആ ഒരു സെക്ഷൻസ് വരിക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. സെൻഡ് മീ ദ ആക്സസ് എന്നുള്ളത് ഒരു മെസ്സേജ് ആയിരിക്കും ആദ്യം പോവുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം ഫോളോവിംഗ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഐ എം ഫോളോവിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ മെസ്സേജ് വരും, നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല, പോയി ഫോളോ ചെയ്തിട്ട് വന്നിട്ട് ഐ എം ഫോളോവിംഗിൽ ക്ലിക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അവർ അങ്ങനെ ചെയ്തെങ്കിൽ അവർക്ക് ആ ലിങ്ക് ചെല്ലത്തുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെയും ലിങ്ക് ചെല്ലുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം ലിങ്ക് കൊടുക്കുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യുക. അതിന് താഴെയായിട്ട് മറ്റൊരു ഓപ്ഷന് DM ആസ്കിംഗ് ടു ഷെയർ ദെയർ ഇമെയിൽ. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അവരുടെ ഇമെയിൽ ID കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ ID കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ സാധാരണ എനേബിൾ ചെയ്യാൻ വെക്കാറില്ല. അതിന്റെ ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട്. അതിന് താഴെയായിട്ട് ഇവിടെ ആഡ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ബൈ ലിങ്ക് പ്രൊഡക്റ്റിന്റെ ബൈ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ലിങ്ക് എന്ന് കൊടുക്കുക. അതിനുശേഷം ആ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. മനസ്സിലായോ? ബൈ ലിങ്ക് എന്ന് കൊടുത്തു, പ്രൊഡക്റ്റ് ലിങ്ക് കൊടുത്തു. പിന്നെ ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലിങ്കുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് അനദർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അനദർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെയിം പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് മാക്സിമം 3 ലിങ്കുകൾ ഒരേ ടൈമിൽ കൊടുക്കാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇത് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സെക്ഷൻ കൊടുത്തിരിക്കുന്നത് സെറ്റ് എ ടൈം ഡിലേ മിനിറ്റ്സിൽ 1 മിനിറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 1 മിനിറ്റ് തന്നെ വെക്കുക. കാരണം നമ്മൾ ഓരോ മെസ്സേജുകൾ ട്രിഗർ ആയി കഴിയുമ്പം ആ മെസ്സേജ് സെൻഡ് ആകാനുള്ള ഒരു ടൈം പീരീഡ് ആണ് ഈ 1 മിനിറ്റ് എന്നുള്ളത്. അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏറ്റവും താഴെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അത് ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഓട്ടോമേഷനിൽ വർക്ക് ആകുക എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ കൺഫേം ആൻഡ് ലോഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോമേഷൻ ഇവിടെ നിന്ന് കൺഫേം ആവും. ഓട്ടോമേഷൻ റൺ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കൊടുത്ത ഓട്ടോമേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ ആര് കമന്റ് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലിങ്ക് അവർക്ക് സെൻഡ് ആവുകയും അതിന്റെ ഡേറ്റ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇനി ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഓട്ടോമേഷൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ കമന്റ് ഓട്ടോമേഷനിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാമേ. ഇവിടെ ക്രിയേറ്റ് ആൻഡ് ഓട്ടോമേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്തിട്ട് ലിങ്ക് സെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അത് നമുക്ക് ഫ്രീ സെക്ഷനിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓട്ടോമേഷൻ കമന്റ്
റിപ്ലൈ മാത്രമായിട്ട് പോകും. നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ വേണമെങ്കിൽ ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പ്രോ വേർഷൻ ഒന്നും വലിയ പൈസ ആകില്ല, 500 റുപ്പീസ് സംതിങ് എന്തോ ഉള്ളൂ പെർ മന്ത്. സാധാരണ നമ്മൾ മിനിചാറ്റ് പോലെയുള്ള ഓട്ടോമേഷൻ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാകും. നമുക്ക് പോകുന്ന കമന്റിനനുസരിച്ചാണ് അവിടെ പൈസ ആകുന്നത്. അപ്പൊ ഇവിടെ അത്രയും പ്രശ്നമൊന്നുമില്ല. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ₹1 സൂപ്പർ പ്രൊഫൈലിന്റെ ക്രിയേറ്റർ പ്ലാൻ എങ്ങനെ കിട്ടുമെന്ന് പറയാം. അതിനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഇതിൽ ജോയിൻ ചെയ്യുക, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു കൂപ്പൺ കോഡ് നൽകിയിട്ടുണ്ട്, സ്ക്രീനിൽ ആ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്റർ ചെയ്ത് കൊടുക്കുക. നോർമലി സൂപ്പർ പ്രൊഫൈലിന്റെ ക്രിയേറ്റർ പ്ലാൻ ആദ്യത്തെ മാസം 99 റുപ്പീസിനാണ് ലഭിക്കുന്നത്. അതിനുശേഷം 499 രൂപ എല്ലാ മാസവും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് മന്ത് നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് എന്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ₹1 ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ₹1 ഈ ഒരു ക്രിയേറ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് അതെങ്ങനെയുണ്ടെന്നൊക്കെയുള്ള ഒന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് കണ്ടിന്യൂ യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വെറും ₹1 നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈലിന്റെ ക്രിയേറ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇതിലാണ് സൂപ്പർ പ്രൊഫൈൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മറക്കാതെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.